രതീഷ്, ഞാനിപ്പോൾ വലിയതുറയിലാണുള്ളത്. എന്നെ സംബന്ധിച്ച് ഈ തിരമാലകളെ കാണുമ്പോൾ പറയാൻ കഴിയുന്നത് അതിഭീകരമായ തിരമാലകൾ. കാരണം എൻ്റെ വലതുവശത്തുള്ളത് വലിയതുറ പാലമാണ്. വലിയതുറ പാലത്തിൻ്റെ അത്രയും പൊക്കത്തിലാണ് തിരമാലകൾ വരുന്നത്. അത് കരയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുകയാണ്. ഇവിടെ തൊഴിലാളികളെല്ലാവരും ബോട്ടുകൾ സുരക്ഷിതമായി കരയിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാം, ഇവിടെ ഒരു തിട്ട കാണാം. ഈ തിട്ട ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന തിട്ടയായിരുന്നു. ഇതിനപ്പുറം മാത്രമായിരുന്നു കടലുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, ആ തിട്ട ഒലിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തിട്ടയുടെ മുകളിൽ 2 വള്ളങ്ങളുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തിട്ടയും അല്പസമയത്തിനകം ആ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ വള്ളങ്ങൾ കൃത്യമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ നിൽക്കുന്ന പ്രദേശത്തേക്ക് പോലും വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഈ വള്ളം സുരക്ഷിതമായി എത്തിക്കുന്ന തിരക്കിലാണ്, ആ പ്രയത്നത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അടിക്കുന്ന തിരമാലയ്ക്കൊപ്പം മരക്കുറ്റികൾ കരയിലേക്ക് വരുന്നുണ്ട്, പൊട്ടിയ കുപ്പിച്ചീളുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ അവർക്ക് കാലുകളിൽ പരിക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരു വള്ളവും കൂടി അവർക്ക് മുകളിലേക്ക് കയറ്റാനുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഈ പറയുന്നത് പോലെ കടൽക്ഷോഭം ഉണ്ടാകുമെന്നോ തിരയടിക്കുമെന്നോ മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട പ്രതിരോധങ്ങളോ അത്തരത്തിലൊരു മുൻകരുതലോ അവർ ചെയ്തിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഈസ്റ്റർ ആയിരുന്നു, അവർ വിശ്രമിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പൊടുന്നനെയാണ് വലിയ തിരമാലകൾ ഉണ്ടാകുന്നത്. ഒരു ഈ പറയുന്നത് പോലെ മുന്നറിയിപ്പുകളും ഇല്ലാതെ. അങ്ങനെ വലിയതുറ പാലത്തിന് മുകളിലേക്ക് ഉയരുന്ന തരത്തിൽ വലിയ തിരമാലകൾ അവിടെ രൂപപ്പെടുകയാണ്. നേരത്തെയും ആ ഭാഗത്ത് വലിയ കടലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ അതിരൂക്ഷമായ കടലാക്രമണമാണ്. അത് തെക്കൻ തീരങ്ങളിൽ എല്ലായിടത്തും പൊതുവിലുണ്ട്.